നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് തൽബീന. തൽബീന എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം. നിബിതങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണിത്. ഇത് ബാർലി കൊണ്ടും ബാർലിയുടെ പൊടി കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. ഈ പാലിലേക്ക് ബാർലി പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ബാർലി പൊടിച്ചത് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിനി കട്ടയില്ലാതെ നന്നായി ഇളക്കിയെടുക്കണം. തീരെ കട്ട ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ രാഗിയൊക്കെ കുറുക്കിയെടുക്കുന്നത് പോലെയാണ് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ട ഉണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് വേവിക്കുന്ന സമയത്ത് അത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കട്ടയില്ലാതെ ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കണം. ഇനിയാണ് ഇത് അടുപ്പത്ത് വെക്കേണ്ടത്. ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി കട്ടയില്ലാതെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇതിനി ചൂടാറുന്നതനുസരിച്ചിട്ട് ഒന്നുകൂടി തിക്കാവും. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലിനി നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യാം. അതുകൂടാതെ കുറച്ച് ഹണിയും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. ഹണി ഒന്ന് തൂവിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഈ തൽബീന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സമാധാനം നൽകുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് കേട്ടോ. നിബിതങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തൽബീന തയ്യാറാക്കിയെടുക്കാം. തൽബീന അറബികൾക്കിടയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രയധികം ഒരു ഫേമസ് അല്ല. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കില്ല. അങ്ങനത്തെ ഒരു ഭക്ഷണ പദാർത്ഥമാണ് തൽബീന. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് ഈ റമളാൻ മാസത്തിൽ അത്താഴത്തിനോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്.